ആ സമയത്ത് ഞാൻ ഫുൾ ഷാരോണിനെ കുറിച്ച് ചിന്തിച്ചത്. എന്റെ ജീവിതവും സ്പോയിലായി. ഷാരോണിനെ കൂടി കിട്ടിക്കല്ലേ. അറിയാലോ, ഒരു കാര്യം വയ്യാത്തൊരു കുട്ടീനെ നോക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചു പോയത്. ഷാരോണിന്റെ ലൈഫിൽ തീർന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യം ഞാൻ കെട്ടല്ലേ, ഞാൻ നടന്ന് തുടങ്ങിയിട്ട് കല്യാണം കഴിച്ചാൽ മതി, ആ ഒരു മെന്റാലിറ്റി എനിക്ക് എന്നെ കുറിച്ചല്ലായിരുന്നു. അപ്പൊ എന്റെ ഫുൾ ഷാരോണിനെ കുറിച്ചായിരുന്നു. പുള്ളിയുടെ ലൈഫ് പോയി, പുള്ളിയുടെ ഫാമിലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പം ഇങ്ങനെ എല്ലാരും കൂടി നിർബന്ധിച്ച് താലി കെട്ടി. അത് കഴിഞ്ഞിട്ടാണ്, അതുവരെ നമുക്ക് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ എനിക്കിപ്പം ഒരു നിമിഷം പോലും ക്ലീശായിട്ടുള്ള എന്ത് ഡയലോഗാന്ന് അറിയുന്നാലും ഇപ്പൊ എനിക്ക് ആ ഒരു തോട്ടായി, പുള്ളിനെ കാണാതിരിക്കാനേ പറ്റാത്ത ഒരു അവസ്ഥയെ. ഞാൻ അവനുടെ കൂടെ ഉണ്ട് ലൈഫ് ലോങ്. നമസ്കാരം. ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞു കാണും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാം. കേരളം മുഴുവൻ പ്രാർത്ഥിച്ചതിന് ഫലമുണ്ടായിരിക്കുന്നു. ആവണി ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. ആവണിയെ ഒരുപക്ഷെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. വിവാഹ ദിവസം മേക്കപ്പ് ഇടാനായിട്ട് യാത്ര ചെയ്യുന്നതിനിടയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആവണിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് EPS ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നട്ടലിന് ഗുരുതരമായ പരിക്കാണ്, കിടക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ ആ അവസ്ഥയിലും താനേറെ സ്നേഹിച്ച തൻ്റെ ആവണിയെ കൈവിടാൻ വരനായ ഷാരോൺ തയ്യാറായിരുന്നില്ല. ഷാരോണിന് ഒറ്റ തീരുമാനമേ ഉള്ളായിരുന്നു. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ആവണിയുടെ കരുത്തിൽ താലി കെട്ടണമെന്നുള്ളത്. ആശുപത്രി അധികൃതരുമായിട്ടൊക്കെ അന്ന് സംസാരിച്ച് നമ്മളെല്ലാം കണ്ടതാണ്. അത്യാഹിത വിഭാഗത്തിൽ വെച്ചിട്ട് ഷാരോൺ ആവണിയുടെ കരുത്തിൽ താലി ചാർത്തുന്നതൊക്കെ നമ്മളെല്ലാം കണ്ടതാണ്. ഷാരോണിന് അഭിനന്ദന പ്രവാഹമായിരുന്നു. ഷാരോണിൻ്റെ ആ ഒരു വലിയ മനസ്സിനെ പറ്റിയിട്ട് അത് സമ്മതിക്കുക തന്നെ വേണം. ഷാരോൺ ആവണിയെ ഒരിക്കലും കൈവിടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ ആയിരുന്നു. ഈ താലി ചാർത്തുന്ന സമയത്തും ആവണി പറയുന്നുണ്ടായിരുന്നു വേണ്ട വേണ്ട എന്ന്. കാരണം ആവണി ഒരു കിടക്കുന്ന അവസ്ഥയിലാണ്. അത് പിന്നീട് ഷാരോണിനും കുടുംബത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളൊരു വിചാരത്തിലാണ് അന്ന് ആവണി അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ ഷാരോൺ ഉറച്ച തീരുമാനത്തിൽ തന്നെ ആയിരുന്നു. താൻ ജീവന തുല്യം സ്നേഹിച്ച ആവണിയെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ആയിരുന്നു അന്ന് ഷാരോൺ താലി ചാർത്തിയത്. അതിനിടയ്ക്ക് ഈ VPS ലേക്ക് ഷോറിലെ ചെയർമാൻ ഷംസീർ വയലിൻ എന്ന് പറയുന്ന അദ്ദേഹം ആവണിയുടെ ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കിയിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെയും വലിയൊരു മനസ്സ് നമ്മൾ കാണണം. എന്തായാലും ഇപ്പോൾ നമ്മളെല്ലാം കാത്തിരുന്ന ആ ഒരു സന്തോഷകരമായ വാർത്ത ലേക്ക് ഷോർ ആശുപത്രി അധികൃതർ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, അതിസങ്കീർണമായ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം ന്യൂറോ ICUവിലായിരുന്നു ആവണി. ഇപ്പോൾ ICUവിൽ നിന്ന് മാറി റൂമിലായിട്ടുണ്ട്. ഫിസിയോതെറാപ്പി ആരംഭിച്ചിട്ടുണ്ട്. രണ്ടു കാലും അധികം ചലിക്കാത്തൊരവസ്ഥയിലായിരുന്നു ആവണി ആശുപത്രിയിലെത്തിയത്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ കാല് ചെറുതായിട്ടൊക്കെ അനക്കി തുടങ്ങാം എന്നൊക്കെയാണ് ആവണി പറയുന്നത്. എന്തായാലും വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. ആവണിയുടെ ആദ്യ പ്രതികരണത്തിൽ ആവണി പറയുന്നത് അന്നത്തെ ദിവസം, ആ അപകട ദിവസം തൻ്റെ ജീവിതം തീർന്നു എന്നായിരുന്നു വിചാരിച്ചത്. അന്ന് ഷാരോൺ താലി കെട്ടിയപ്പോഴും താലി കെട്ടണ്ട എന്ന് തന്നെയാണ് താൻ നിർബന്ധിച്ചത്. മറ്റൊന്നുമല്ല, പിന്നീട് അത് ഒരു ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന അത് ഫലം കണ്ടു. അന്ന് താലി കെട്ടണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആവണി പറയുന്നത് ഷാരോണിനെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ കഴിയില്ല എന്ന തരത്തിലാണ്. ഷാരോണും ആവണിയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും നന്ദി പറയുകയാണ്. നമുക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാഴ്ചയാണിത്. എന്തായാലും ആവണിയുടെ ആ പ്രതികരണം നമ്മളെല്ലാം ആകാംക്ഷയോടെ അതെന്താണ് പറയുന്നതെന്നൊന്ന് കേൾക്കാൻ ആകാംക്ഷയുണ്ട്. നമുക്ക് ആവണി പറയുന്നത് കേൾക്കാം. ഹായ്, എല്ലാവർക്കും എന്നെ അറിയായിരിക്കും. എൻ്റെ പേര് ആവണി. 2-3 ദിവസമായിട്ട് നിങ്ങളെല്ലാവരും അറിയുന്നുണ്ട്, 5 days ബാക്ക് എനിക്കൊരു ആക്സിഡന്റ്. ഞാൻ എൻ്റെ ഡ്രീം ഡേക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ പോയതാ. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുന്നത്. ചെറിയൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയും വിശ്വാസം. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ വന്ന സമയത്ത് പോലെ ഇപ്പം ഒരുപാട് ബെറ്ററായി. വന്നപ്പോൾ എനിക്ക് കാലെനിക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് അതിൽ നിന്നൊക്കെ മച്ച് ബെറ്റർ ആയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഞാൻ കുറച്ച് റിക്കവറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ICUവിന്റെ റൂമിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ ഞാൻ ഇന്നലെ തൊട്ട് ഫിസിയോ സ്റ്റാർട്ട് ചെയ്തു. പയ്യെ നിൽക്കാനും ഇരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇവിടുത്തെ ലേക്ക് ഷോറിന്റെ ടീം വെരി ഗുഡ് സപ്പോർട്ടാണ്. ഇപ്പം ഈവൻ ക്ലീനിങ് സ്റ്റാഫ് തൊട്ട് മേലോട്ടുള്ളവരാണെങ്കിലും എല്ലാ ദിവസവും എന്നെ കാണാനും തിരക്കാനും അവരുടെ ഒരു മെന്റൽ സപ്പോർട്ട് പറയേണ്ട കാര്യം. ഇവൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ചേർത്ത് വെക്കേണ്ട ആൾക്കാർ തന്നെയായിട്ട് എനിക്കിപ്പം ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ടീമിന് പറയാനുള്ളത്. അവരുടെയൊക്കെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, നിങ്ങളെയും എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയും എല്ലാവരും പറയുന്നുണ്ട് മനസ്സിന്റെ ധൈര്യമാണ് വേണ്ടത് അതാ. പക്ഷെ എനിക്ക്
വന്ന സമയത്ത് എനിക്ക് തീരെയില്ലായിരുന്നു. എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാമായിരിക്കും ഞാൻ കരയുമായിരുന്നു, കല്യാണം കഴിക്കേണ്ട, തലി കെട്ടേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഞാൻ നടക്കുന്നു, കാരണം എനിക്ക് അത്ര പോലും കാലിന് വയ്യ. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ധൈര്യത്തിൽ പറയാം, ഞാനൊരു പിന്നെ ഒരു 3 months അതിനുള്ളിൽ നടക്കുമെന്ന് എനിക്ക് നല്ല ഷുവറാണ്. ഇപ്പൊ എനിക്ക് ആ ഒരു കെയറാണ് നിങ്ങളും എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്നത്. ആകെ ഞാൻ പുറത്തേക്ക് ജീവിതം തീർന്നു ആ ഒരു രീതിയിലിരിക്കുമായിരുന്നു ഞാൻ. അബ്ഡോമൻ താഴ്ത്തായിട്ട് എനിക്കൊന്നും ഫീൽ, എനിക്ക് ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് തൊട്ട് ഇപ്പൊ ഇവിടെ വരുന്ന വരെ എനിക്ക് റൈറ്റ് ലെഗിന് ചെറിയൊരു മൂവ്മെന്റും സെൻസേഷനും ഉണ്ടെന്ന്, അതും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടെന്നല്ലാതെ ലെഫ്റ്റിന് എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു. ഈവൻ എന്റെ ഫിംഗേഴ്സ് കൂടെ എനിക്ക് അനക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെ തൊട്ട് ഇന്നലെ അല്ല ഞാൻ തൊട്ട് ഫിസിയോ സ്റ്റാർട്ട് ചെയ്തു. അതോടെ എനിക്ക് നല്ല സ്വന്തമായിട്ട് കാല് ഇപ്പൊ എനിക്ക് തന്നെ അല്ലെങ്കിൽ സപ്പോർട്ടുള്ള ഒരു 1 minute എങ്കിലും എനിക്ക് നിൽക്കാം, ഇരിക്കാം, കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാം, അതിനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. ചെറിയ സെൻസേഷൻസ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്നാലും ഇപ്പൊ ഇന്ന് ഒരു ഡേയുടെ ഫിസിയോ കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് നല്ല മച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ തന്നെ നല്ല രീതിയിൽ മാറ്റമുണ്ട്. ആ സമയത്ത് ഞാൻ ഫുൾ ഷാരോണിനെ കുറിച്ച് ചിന്തിച്ചത്, എന്റെ ജീവിതവും സ്പോയിലായി, ഷാരോണിനെ കൂടി കിട്ടിക്കല്ലേ. അറിയാലോ ഒരു കാല് വയ്യാത്തൊരു കുട്ടീനെ നോക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചു പോയത്. ഷാരോണിന്റെ ലൈഫിൽ തീർന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യം ഞാൻ കെട്ടല്ലേ, ഞാൻ നടന്ന് തുടങ്ങിയിട്ട് കല്യാണം കഴിച്ചാൽ മതി, ആ ഒരു മെന്റാലിറ്റി എനിക്ക് എന്നെ കുറിച്ചല്ലായിരുന്നു. അപ്പൊ എന്റെ ഫുൾ ഷാരോണിനെ കുറിച്ചായിരുന്നു. പുള്ളിയുടെ ലൈഫ് പോയി, പുള്ളിയുടെ ഫാമിലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പം എന്നെ എല്ലാരും കൂടി നിർബന്ധിച്ച് താലി കെട്ടി. അത് കഴിഞ്ഞിട്ടാണ്, അതുവരെ നമുക്ക് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ എനിക്കിപ്പം ഒരു നിമിഷം പോലും ക്ലീശായിട്ടുള്ള എന്ത് ഡയലോഗാന്ന് അറിയുന്നാലും ഇപ്പൊ എനിക്ക് ആ ഒരു തോട്ടായി, പുള്ളിനെ കാണാതിരിക്കാനേ പറ്റാത്ത ഒരു അവസ്ഥയെ, ആ ഒരു ബോണ്ട് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കി ഈ ഒരു ആക്സിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു ഇന്റിമേറ്റ് വെഡിങ് പോലത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ലീവിന് എന്റെ ഇൻസ്റ്റാഗ്രാം എടുക്കുവാണെങ്കിൽ തന്നെ മലയാളികളെക്കാളിലും കൂടുതൽ ഈ തമിഴ്നാട്ടിലെ ആൾക്കാർ കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ നമുക്കറിയാത്തവര് കൂടി കുഴപ്പമില്ല, ഗെറ്റ് വെൽ സൂൺ, അങ്ങനെ പല മെസ്സേജ് നമുക്ക് അറിയാത്ത, ചിലപ്പോൾ ഫേക്ക് ആയിരിക്കാം, എന്നാൽ പോലും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഷാരോണിന് തന്നെ ഒരു 1K ഫോളോവേഴ്സ് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലേക്ക് വിടുമെന്ന് തോന്നുന്നു. എല്ലാവരും എന്റെ അല്ല ഷാരോണിന്റെ ഫാൻസ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഞാൻ കമന്റ് നോക്കുമ്പോഴൊക്കെ ഷാരോൺ അങ്ങ് പൊക്കി വെച്ചിരിക്കും എല്ലാവരും കൂടി. അതിലെന്തായാലും ലക്ഷോറുകാരോട് എന്തായാലും മേജർ പാർട്ടായിരുന്നു. എന്തായാലും ഈ ആവണി അഡ്മിറ്റായ അന്ന് മുതൽ ഷാരോണും കുടുംബവും ആവണിക്കൊപ്പം തന്നെ ഉണ്ട്. ഷാരോൺ പറഞ്ഞതും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. ഷാരോൺ പറഞ്ഞത് ജീവിതകാലം മുഴുവൻ താൻ ആവണിക്കൊപ്പം തന്നെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഈ സമയം ഷാരോണിന്റെ ഈ വാക്കുകൾ കേട്ട് ആശുപത്രിയുടെ കിടക്കയിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുന്ന ആവണിയുടെ കണ്ണുകൾ നിറയുന്ന കാഴ്ചയും നമുക്ക് കാണാമായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ചു, ഷാരോണെ എങ്ങനെയുണ്ട്, ഷാരോണെ വൈഫിനെ എങ്ങനെയുണ്ടെന്ന് വാട്സാപ്പിലായാലും ഒരുപാട് പേരുടെ കോൾസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയില്ല. അപ്പൊ ആരൊക്കെ വിളിച്ചെന്ന് പോലും എനിക്കറിയില്ല, പലതും അൺനോൺ നമ്പറാണ്. അപ്പൊ അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് ഹൃദയം നിറഞ്ഞ എന്താ പറയുക നന്ദിയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങൾക്ക് എനിക്ക് തന്ന സപ്പോർട്ടിനും പിന്നെ ഹോസ്പിറ്റലിനും എല്ലാവരോടും. ഞാൻ അവനുടെ കൂടെ ഉണ്ട് ലൈഫ് ലോങ്. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ ആവണി നടന്നു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് മടങ്ങി വരട്ടെ. ആവണിയും ഷാരോണും ഒന്നിച്ച് നല്ലൊരു ജീവിതം ആരംഭിക്കട്ടെ.